നീ ഇവിടെ ഒന്ന് കിടക്കുവന്നോ? എടാ വെയിൽ വാങ്ങി പണിക്ക് പോകണ്ടായോ? അതിച്ചായ മേലാസകളൊരു വേദന, ഇച്ചിരി കുഴമ്പിട്ടൊന്ന് കുടിക്കണം. ഉച്ചയാകുമ്പോ ഞാൻ എത്തേക്കാം. അത് മതി അത് മതി. മേല് വേദന ഒന്നും വെച്ചോണ്ടിരിക്കണ്ട. എടി മേരിയേ, എന്നതാ ചായ? താണ്ട ഇവന് നല്ല സുഖമില്ലെന്ന്. നീ വേഗം റെഡിയാ, നമുക്കങ്ങ് പോവാം. വാ. എന്തുവാ അസുഖം? അത് മേല് ഭയങ്കര വേദന. അതോ വേറെ വല്ല പരിപാടി ഇട്ടിട്ടുണ്ടോ? ആ, ഇതാ കുഴപ്പം. നീ എന്നെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ സംശയിക്കുമ്പോഴാ എനിക്ക് ചീട്ട് കളിക്കാനും കള്ളുപിടിക്കാനൊക്കെ തോന്നുന്നേ. അല്ലെങ്കിൽ കുടിക്കത്തേ ഇല്ല അല്ലയോ? ഞാൻ ഇനി സംശയിക്കുന്നില്ല. എന്നാലെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുമല്ലോ. ഞങ്ങൾ ഇറങ്ങുവന്നേ. വേഗം വന്നാ. ഇവനിങ്ങനെ പോയാ എന്നെ അടുക്കും എനിക്കറിയത്തില്ലേ. ഇച്ചായം വന്ന പിന്നെ ഉഴപ്പിച്ചിരി കൂടുതലാ. എന്നാടി കയ്യേ? ഓ, അതെ തന്നെ പൊടിയാ. அந்த மருதனுக்கு போய் சொல்லணும். அவன் வேலை பண்ணிட்டு இருக்கும் போது ஒரு நாள் காட்டுக்குள்ள அவன் ஒண்ணுக்கு போனேன். அப்போ அவன் கண்ணாலே பார்த்தேன், அந்த சாண்டி அந்த மேரி இவங்க தப்பு பண்ணிட்டு இருக்கேன். இந்த விஷயம் தெரிஞ்சுதான் அந்த மைக்கேல் கொடுக்காருனானது தெரியுமா? அவன் மன நிம்மதியே இல்லை. ஆனா அந்த சாண்டியை ஒன்னும் பண்ண முடியாது. அவன் ஒரு கொலைக்காரன். இந்த மாதிரி திருட்டு பசங்களை இந்த ஊரிலே வாழ விடக் கூடாது. அதுதான் நான் சொல்றேன். തോട്ടത്തിലെ വേലയ്ക്ക് ആളിരിക്കെ. കളി എവിടം വരെ തോമസേ? കളിച്ച് കളിച്ച് നാട്ടുകാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ കേൾക്കുന്ന മക്കളെ. എന്നാടാ അറിയത്തില്ലയോ? പറയാ എങ്ങനെ അറിയുന്നു? ഇതൊക്കെ എങ്ങനെയാ പറയുന്നേ? എന്നാടാ സംഭവം? ചേട്ടനായാലും അനിയനായാലും ഇതുപോലെ തെമ്മാടുത്ത കാണിച്ചാൽ തല്ലിക്കൊല്ലണം. തന്റെ കെട്ടിയോളും ചേട്ടച്ചാരുമായിട്ട് എന്നതാ ഇടപാട്? ഇടപാടോ? നാട്ടിലൊക്കെ പാട്ടായിരിക്കുക. എന്തോന്ന്? തന്റെ ഭാര്യയ്ക്ക് ചേട്ടച്ചാരുമായിട്ട് അവിഹിതം ഉണ്ടെന്ന്. എന്നതാടാ പറഞ്ഞു? തെമ്മാടിത്തരം പറഞ്ഞ നാവ് ഞാൻ പിടിച്ചെടുക്കും.